പലപ്പോഴും ആളുകൾ വിചാരിക്കുന്നത് പഴയ നിയമത്തിലെ ദൈവവും പുതിയ നിയമത്തിലെ ദൈവവും ഒന്നാണെന്നാണ്. ശരിക്കും പറഞ്ഞാൽ യേശു ഒരിക്കലും പഴയ നിയമത്തിലെ ഒരു ട്രൈബൽ ഗോഡിനെ ഒരിക്കലും ഉൾക്കൊണ്ടിട്ടില്ല. യേശുവിൻ്റെ കൺസെപ്റ്റിലെ ചിന്തയിലെ ദൈവം എന്ന കൺസെപ്റ്റ് അതൊരു ക്ഷമിക്കുന്ന ഒരു ദൈവമാണ്. ഒരു കർണത്തടിച്ചാൽ മറ്റു കർണം കൂടി കാണിച്ചു കൊടുക്കണമെന്ന് പറയുന്ന ഒരു ദൈവത്തെ. പ്രതികാരം അത് മനുഷ്യനോട് പ്രതികാരം ചെയ്യാൻ പറയുന്നില്ല. ദൈവം അതിനുള്ള ശിക്ഷ അവൻ നൽകും എന്നുള്ളൊരു ചിന്തയാണ് യേശു പഠിപ്പിക്കുന്നത്. എന്നാൽ യഹൂദ സംസ്കാരത്തിലെ ദൈവം അങ്ങനെയല്ല. യഹൂദ സംസ്കാരത്തിലെ ദൈവം ആളുകളെ കൊണ്ട് യുദ്ധം ചെയ്യിപ്പിച്ച് അവരെ പ്രതികാരം ചെയ്യുന്ന, ശിക്ഷ കൊടുക്കുന്ന, അന്ന് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ശിക്ഷ കൊടുക്കുന്ന, അല്ലെങ്കിൽ നന്മ കൊടുക്കുന്ന, അവരെ രാജ്യമുണ്ടാക്കാൻ സഹായിക്കുന്ന, യുദ്ധമുതലുകൾ പങ്കിടുന്ന, അടിമകളെയും സ്ത്രീകളെയും ഒക്കെ പങ്കിടുന്ന ഒരു ദൈവത്തെയാണ് യഹൂദ മതത്തിലെ ആ ട്രൈബൽ ഗോഡ് അല്ലെങ്കിൽ എന്ന ആ ചിന്ത അവിടെ കൊണ്ടുവരുന്നത്. അപ്പം നമ്മളുടെ യേശു പഠിപ്പിച്ച രീതിയിൽ അവിടെ ഇങ്ങനെ ഒരു ദൈവമല്ല പ്രത്യക്ഷപ്പെടുന്നത്. സ്നേഹവാനായ, സ്നേഹസമ്പൂർണനായ, ക്ഷമിക്കുന്ന ഒരു ദൈവം. അപ്പോൾ ആ വ്യത്യാസം വ്യക്തമല്ലേ? അപ്പം നമുക്ക് രണ്ടും ഒരു ദൈവമാണെന്ന് എങ്ങനെ പറയാൻ പറ്റും? നമുക്ക് ഒരിക്കലും പറ്റത്തില്ല. അത് രണ്ട് തരത്തിലാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ഒരിക്കലും യേശു പഴയ നിയമത്തെ വ്യക്തമായി തള്ളിപ്പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. കാരണം അദ്ദേഹം ജനിച്ചത് ആ ഒരു ചിന്തയിലൂടെ നിന്ന്, അതിൽ നിന്ന് മനുഷ്യനെ ഒരു നല്ല വേറൊരു രീതിയിൽ ശരിക്കും എന്താണ് ദൈവമെന്ന് എന്ന നിലപാടിലേക്ക് നമ്മളെ ഉയർത്തിക്കൊണ്ടുവരികയാണ്. ആ ചെറിയ ലോകത്തിൽ നിന്ന് ഒരു വലിയ യൂണിവേഴ്സൽ കൺസെപ്റ്റിലേക്ക് ദൈവം എന്ന ചിന്ത നമുക്ക് കാണിച്ചു തരികയാണ്. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ആ പഴയ നിയമത്തിൽ ദൈവത്തെ അല്ല നമ്മൾ ആശ്രയിക്കുന്നത്. യേശു കാണിച്ചു തന്ന ആ ദൈവത്തെയാണ് നമ്മൾ ആശ്രയിക്കുന്നത്.